ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ്. നമുക്കിത് ഫെമിലിയർ ആവാനുള്ള ഒരേ ഒരു റീസൺ ഉള്ളൂ, മണിച്ചിത്രത്താഴ് എന്നുള്ള ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. എറണാകുളം ടൗണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായിരുന്ന ഈ ഒരു കൊട്ടാരം 1865 നിർമ്മിക്കുന്നത്. 1980 കൊച്ചി രാജകുടുംബം ഈ ഒരു കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് 1986 ഇതൊരു മ്യൂസിയമായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. ഇതാണ് രാജാവിൻ്റെ സിംഹാസനം. കരിവീട്ടിയും വെള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ്. 1914 ഒരു ലണ്ടൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഈ ഒരു കൊട്ടാരത്തിലെ പ്രധാന ആകർഷണമാണ് ഈ ഒരു ആനയുടെ പ്രതിമ. ഈട്ടിത്തടിയിൽ യഥാർത്ഥ ആനക്കൊമ്പോട് കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ചേർപ്പ് സ്വദേശിയായിട്ടുള്ള ആശാരി കുഞ്ഞനാണ് ഇത് നിർമ്മിച്ച് നൽകിയത്. കൊച്ചി രാജ്യത്തിൻ്റെ ഹിസ്റ്ററി, അവരുടെ ഭരണരീതികൾ, അന്നത്തെ സാമൂഹിക വികസനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജകീയ ചടങ്ങുകൾ, പാരമ്പര്യ ആചാരങ്ങൾ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എന്നിങ്ങനെ പല മേഖലകളിലുള്ള കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് കൊച്ചി രാജാക്കന്മാരുടെ ഒരു ഫാമിലി ട്രീ. കൊച്ചി രാജകുടുംബം ആരാധിച്ചിരുന്ന ദേവതകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. കൊച്ചി രാജകുടുംബത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്പുരാക്കന്മാർ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഈ ഒരു ഭാഗത്തിൽ അവരുടെ ജീവിതചര്യയെക്കുറിച്ചും അതുപോലെ ആചാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. കൊട്ടാരത്തിന് മുന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനാണിത്. ഡച്ചുകാരും കൊച്ചി രാജാക്കന്മാരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ കോണിപ്പടികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ്. ഈ കാണുന്നത് വെള്ളിയിൽ തീർത്ത ഒരു കസേരയാണ്. ഈ ഒരു ഓൾഡ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആടിൻ്റെ തോലിലാണ്. ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പല്ലക്കാണ്. പല്ലക്കിന് ശേഷം രാജകാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണിതൊക്കെ. ഇതെല്ലാം അവർക്ക് ബ്രിട്ടീഷുകാർ ഗിഫ്റ്റ് ചെയ്തതാണ്.
ഇതെല്ലാം രാജാക്കന്മാർ യൂസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ തലപ്പാവുമാണ്. ഇതാണ് റോയൽ ജ്വല്ലറി സെക്ഷൻ. ഇത് മറ്റ് ഗാലറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. കാരണം രാജാവിൻ്റെ വിലപിടിപ്പുള്ള സ്വർണ്ണ കിരീടം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ കിരീടത്തിന് പുറമെ രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഭരണങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കിരീടം നിർമ്മിച്ചിരിക്കുന്നത് 244 മാണിക്യങ്ങളും 95 വൈരങ്ങളും 69 മരതകവും കൊണ്ടാണ്. പിന്നെ ഗോൾഡിൻ്റെ അളവെന്ന് പറയുന്നത് 200 പവനാണ്. ഇതെനിക്ക് ഫെമിലിയർ അല്ലാത്തൊരു കാര്യമായിരുന്നു. ഇത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ കാണുന്ന ഇരുമ്പുകൂട് പണ്ട് കാലത്തെ ഒരു ശിക്ഷാരീതിക്ക് ഉപയോഗിച്ചിരുന്നതാണ്. ഇതിനെ ചിത്രവധക്കൂടെന്നാണ് വിളിച്ചിരുന്നത്. കുറ്റവാളികളെ ഈ ഒരു ചിത്രവധക്കൂടിനുള്ളിലാക്കിയിട്ട് പൊതു ഇടങ്ങളിൽ കെട്ടിത്തൂക്കുകയും കുറ്റവാളികൾ പട്ടിണി കിടന്നും പക്ഷികളെ കൊത്തുകൊണ്ടും അല്പാൽപമായിട്ട് മരിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഒരു ചിത്രവധം നിർത്തലാക്കിയത്. ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നന്നങ്ങാടിയാണ്. ഇനി കുറച്ച് കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ്. ഈ ഒരു നീണ്ട ഓടുമേഞ്ഞ വഴി കൊട്ടാരത്തിലെ കുളത്തിലേക്കുള്ളതാണ്. ഇതാണ് കുളം. കൊട്ടാരത്തിലെ ഗാർഡൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണ്. ബൊഗൻവില്ലേൻ്റെ പല വെറൈറ്റി ഇവിടെ ഉണ്ട്. കൊട്ടാരത്തിൻ്റെ വേറെ ഭാഗങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, കാരണം ഞങ്ങൾക്ക് സമയപരിമിതി മൂലമാണ് കാണാൻ പറ്റാതിരുന്നത്. പിന്നെ ഞങ്ങളെ ഈ ഒരു യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രബോധിനി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ 2026 ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.